ഹായ് ഫ്രണ്ട്സ്, പതിവ് പോലെ ഒരു സെന്റൻസിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം. വളരെ സിമ്പിൾ സെന്റൻസ് ആണ്, അത്ര തന്നെ യൂസ്ഫുള്ളും. ഈ സെന്റൻസ് പറയാത്ത ഒരാൾ പോലും ഉണ്ടാകില്ല. സെന്റൻസ് എന്താണെന്നല്ലേ? ഐ കട്ട് മൈ ഹെയർ. ഐ കട്ട് മൈ ഹെയർ. എന്തേലും മിസ്റ്റേക്ക് തോന്നുന്നുണ്ടോ? ഇല്ല അല്ലേ? സൂക്ഷിച്ചു നോക്കണ്ട. ഈ സെന്റൻസ് ഗ്രാമാറ്റിക്കലി ഓക്കെ ആണ്. എന്നാൽ ഈ സെന്റൻസ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ സ്വയം നമ്മളുടെ ഹെയർ കട്ട് ചെയ്യുന്ന രീതിയിൽ പറയുമ്പോഴാണ് ഐ കട്ട് മൈ ഹെയർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ദിസ് മീൻസ് ഐ മൈസെൽഫ് കട്ട് മൈ ഹെയർ എന്നാണല്ലേ. എന്നാൽ ഈ സിറ്റുവേഷൻ നമുക്ക് കോമൺ അല്ല. മിക്കവാറും സിറ്റുവേഷനിൽ മറ്റൊരാളാണ് നമ്മളുടെ ഹെയർ കട്ട് ചെയ്ത് തരുന്നത്. അവിടെ നമ്മൾ പറയേണ്ടത് ഐ കട്ട് മൈ ഹെയർ എന്നല്ല, ഐ ഹാഡ് മൈ ഹെയർ കട്ട്. I had my hair cut. ഒന്നുകൂടി പറയാം, ഐ കട്ട് മൈ ഹെയർ എന്ന് പറയുമ്പോൾ നമ്മൾ ആ കാര്യം സ്വയം ചെയ്തു എന്ന അർത്ഥത്തിലാണ്. അതല്ലാതെ മറ്റൊരാളുടെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ ഐ കട്ട് മൈ ഹെയർ എന്നല്ല പറയുന്നത്, മറിച്ച് ഐ ഹാഡ് മൈ ഹെയർ കട്ട് എന്നാണ്. ഇനി ഐ ഹാഡ് എന്നതിന് പകരം ഐ ഗോട്ട് മൈ ഹെയർ കട്ട്. ഇങ്ങനെ രണ്ട് രീതിയിലും പറയാം. ഐ ഗോട്ട് മൈ ഹെയർ കട്ട്. ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ, വി യൂസ് ദിസ് സ്ട്രക്ചർ വെൻ സംവൺ ഡസ് സംതിങ് ഫോർ us. സ്ട്രക്ചർ എന്താണെന്നല്ലേ? സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഗോട്ട് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് V3. ഈ ഒരു രീതിയിലാണ് നമ്മൾ പറഞ്ഞത് ഐ ഹാഡ് മൈ ഹെയർ കട്ട് എന്ന്, അല്ലെങ്കിൽ ഐ ഗോട്ട് മൈ ഹെയർ കട്ട് എന്ന് പറയുന്നത്. ഇത് മറ്റൊരാൾ നമുക്ക് ചെയ്തു തരുമ്പോഴാണ് പറയുന്നത്. ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ ദാ ഒരു സെന്റൻസ് കൂടി. ഐ റിപ്പയർഡ് മൈ കാർ yesterday. I repaired my car yesterday. ഇത് ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ പറയുന്നത്? നമ്മൾ സ്വയം ആ കാറ് ശരിയാക്കി എന്ന അർത്ഥത്തിലാണ്. എന്നാൽ നമ്മളൊരു മെക്കാനിക്കിന്റെ അടുത്ത് പോയിട്ടാണ് കാറ് ശരിയാക്കുന്നതെങ്കിലോ അവിടെ നമ്മൾ ഐ റിപ്പയർഡ് എന്ന് പറയോ? ഒരിക്കലുമില്ല. റിപ്പയർ ചെയ്തു തരുന്നത് മറ്റൊരാളാണ് അല്ലേ. ഇത്തരം സിറ്റുവേഷൻസിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ സെന്റൻസ് സ്ട്രക്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെയൊന്ന് പറഞ്ഞു നോക്കാം. ഐ ഹാഡ് മൈ കാർ റിപ്പയർഡ് yesterday. I had my car repaired yesterday. Subject had, object V3. I had my car repaired yesterday. ഇതിന്റെ അർത്ഥം എന്തായി? മറ്റൊരാള് കാറ് ശരിയാക്കി തന്നു, അല്ലെങ്കിൽ എൻ്റെ കാറ് ശരിയാക്കി എന്ന അർത്ഥത്തിലായി അല്ലേ. ആദ്യം പറഞ്ഞത് ഞാൻ ശരിയാക്കി എന്ന അർത്ഥത്തിലാണ്. ഈ ഒരു സെന്റൻസ് ആണ് നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. വളരെ ചെറിയൊരു കാര്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.